അതാണ്. ഇപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഈ മിക്കയൊക്കെ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഈ റെഫറൻസ് ഇല്ലാണ്ട് മിക്കയിൽ ഇത് വായിച്ചാൽ നമ്മൾ ചിന്തിക്കോ ഇത് ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചിന്തിക്കോ? ഓക്കെ. അപ്പോൾ ഇനി വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷത്തിൽ ഇനിയും അടുത്ത പാരഗ്രാഫിൽ എവിടെയത് 18 മുതലോ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് അടുത്ത ഏത് പ്രവചനത്തെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. സാധാരണയാണെങ്കിൽ നിങ്ങളത് നോക്കി വായിക്കണം. 13 മുതലുള്ള ഭാഗം വായിക്കാം. ഏത് പ്രവാചകനാണെന്ന് നോക്കണം. ഇപ്പോൾ ഹോസേയ പ്രവാചകൻ കേട്ടോ. അപ്പോൾ ഇനി വായിക്കണമെന്നില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഹോസേയ പ്രവാചകൻ ഇതുപോലെ തന്നെ സമകാലികനാണ്. ആ കാലഘട്ടത്തിൽ പോയിട്ട് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് അതിനപ്പുറമുള്ളതെല്ലാം പഠിക്കുക. വീണ്ടും ഇനി വരിക. തുടർന്ന് പുതിയ നിയമത്തായി 2-ാം അധ്യായത്തിൽ തുടർന്നുള്ളത് വായിക്കാം. ഹെരോദേസിന്റെ മരണം വരെ അതിനുശേഷം ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെരോദേസ് വായിച്ചോളൂ. അപ്പോൾ ഇതിവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ജെറമിയ പ്രവാചകൻ. ഓക്കെ. അപ്പം ഇതാണ് ഒരു പഠന രീതി. അപ്പോൾ ഇതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യണം. ഈ പുതിയ നിയമത്തിലെ ഈ നാല് സുവിശേഷ ഭാഗങ്ങളും ഇങ്ങനെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിലെഴുതിയിരിക്കുന്ന പഴയ നിയമഭാഗങ്ങളെ പഠിച്ച് ഇത് തമ്മിൽ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അതിശക്തമായി വളരും. ഏതുപോലെ വളരും? മാതാവിനോട് എലിസബത്ത് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. അതാണ് നമുക്കുണ്ടാകേണ്ട വിശ്വാസം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം, ശരി. എന്നാൽ ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അനുഭവം നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ തിരുവചനങ്ങളിൽ വിശ്വസിക്കണം. തിരുവചനങ്ങളിൽ എങ്ങനെ വിശ്വസിക്കണം? ഈ പുതിയ നിയമത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനം എന്തായിരുന്നു? പഴയ നിയമം. ആ രീതിയിലാണ് പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പഴയ നിയമത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട്, ഉദാഹരണത്തിന് മോശയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഒരാളിങ്ങനെ പറഞ്ഞത് കേട്ടു, ആവർത്തിച്ച് നിയമാവർത്തന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കണു. നിയമാവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ ആ നിയമത്തെ ആവർത്തിച്ച് പറയുന്നതിനാണ് നിയമാവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് അനുസരിക്കണം. അനുസരിക്കുന്നില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ ശിക്ഷിക്കപ്പെടും. ഇപ്പൊ ഈ മോശയുടെ കാലത്ത് ഈ പറഞ്ഞ കാര്യം പറഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അതിനുശേഷം
ചരിത്രപരമായിട്ട് എന്തെല്ലാം സംഭവിച്ചു. ആ നിയമാവർത്തന പുസ്തകത്തിലെ പ്രവചനവും ഇന്ന് ജീവിക്കുന്ന നമ്മളുടെയും മധ്യത്തിൽ എന്തെല്ലാം സംഭവിച്ചു? പ്രധാനമായിട്ട് യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്തു? ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നേ? അവൻ നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ഈ കാര്യങ്ങളിൽ വിശ്വസിക്കണം. അപ്പോഴേ നമ്മളിലെ ആ ദൈവാനുഗ്രഹത്തിന്റെ അനുഭവം ഉണ്ടാകുന്നുള്ളൂ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ബൈബിൾ സേസ്, തിരുവചനം പറയുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. തിരുവചനത്തിൽ ഏത് കാലഘട്ടത്തിൽ ആരോട് എന്തിനു പറഞ്ഞു? ആ വചനം ഇന്ന് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞു. അന്നത്തെ ജനങ്ങൾ ആരും ബയോളജിക്കലി മക്കളാണെങ്കിലും പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പീഡാസഹനവും മരണത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ മാമോദീസ സ്വീകരിച്ച് ദൈവമക്കളായ സ്ഥാനം ആ പഴയ നിയമത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇത് പറയുമ്പോൾ വലിയൊരു സാധനം പോലെയാണ്, വലിയൊരു കാര്യം. ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് കൈവീശി ഒന്ന് സ്തുതിച്ച് ഒരു ചെറിയ ഗാനം ആലപിക്കാം. ജീവജലത്തിന് അരുവിയായി നമ്മളിൽ കത്തിപ്പടരണമെന്നൊന്ന് 1 മിനിറ്റ് ഒന്ന് പാടി പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ നിറവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.